എക്സലൻ്റ് കാറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജയ് ആനന്ദ്. എക്സലിൽ റണ്ണിംഗ് ടോട്ടൽ അഥവാ ക്യുമുലേറ്റീവ് സം കണ്ടെത്താനുള്ള 3 മെത്തേഡുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. റണ്ണിംഗ് ടോട്ടലിനെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടി സംഖ്യകൾ കണ്ടെയ്ൻ ചെയ്യുന്നൊരു കോളത്തിലെ ആദ്യത്തെ സെല്ല് മുതൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന സെല്ല് വരെയുള്ള തുകകളുടെ ആകെ തുകയാണ് റണ്ണിംഗ് ടോട്ടൽ അഥവാ ക്യുമുലേറ്റീവ് സം എന്ന് പറയുക. ഉദാഹരണത്തിന് എമൗണ്ട് എന്ന കോളത്തിലെ ആദ്യത്തെ 5 സെല്ലുകൾ ഞാൻ സെലക്ട് ചെയ്തു. ഈ 5 സെല്ലുകളിലെ തുകകളുടെ ആകെ തുക 1750 ആണ്. ഇനി അടുത്ത കോളത്തിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെല്ല് നോക്കിക്കഴിഞ്ഞാൽ 1750 എന്ന തുക കാണാം. വീണ്ടും ഒന്നുകൂടെ ആദ്യത്തെ 7 സെല്ലുകൾ ഞാൻ സെലക്ട് ചെയ്യുന്നു. 1250 ആണ് ഇവിടുത്തെ റണ്ണിംഗ് ടോട്ടൽ. കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെല്ല് നോക്കിക്കഴിഞ്ഞാൽ 1250 എന്ന തുക കാണാം. വീണ്ടും ഒന്നുകൂടെ ഇവിടെയുള്ള 11 സെല്ലുകൾ ഞാൻ സെലക്ട് ചെയ്യുന്നു. 42,730 ആണ് ഇവിടുത്തെ റണ്ണിംഗ് ടോട്ടൽ അഥവാ ക്യുമുലേറ്റീവ് സം. കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെല്ല് നോക്കിക്കഴിഞ്ഞാൽ 42,730 എന്ന സംഖ്യ കാണാം. ഇനി റണ്ണിംഗ് ടോട്ടൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ആദ്യത്തെ മെത്തേഡ്, ഈ കാണുന്ന എമൗണ്ട് എന്ന കോളത്തിലുള്ള തുകകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റണ്ണിംഗ് ടോട്ടൽ ഈ ഒരു കോളത്തിലേക്ക് കിട്ടാനായിട്ട് ഇവിടെയുള്ള ആദ്യത്തെ സെല്ല് ഞാൻ സെലക്ട് ചെയ്യുന്നു. ഈക്വൽ സം ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എമൗണ്ട് എന്ന കോളത്തിലെ ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യാം, D3. ഇനി D3 എന്ന സെൽ റെഫറൻസിലെ 3 എന്ന റോ ഇൻഡെക്സിന് മുന്നായിട്ട് ഒരു ഡോളർ സിമ്പിൾ ആഡ് ചെയ്യാം. ഇനി 3ക്ക് ശേഷം ക്ലിക്ക് ചെയ്യുക, ഫുൾ കോളൻ. വീണ്ടും D3 എന്ന സെല്ല് സെലക്ട് ചെയ്യാം, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യാം. ഇനി ഈ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യാം. എമൗണ്ട് എന്ന കോളത്തിലുള്ള തുകകളുടെ റണ്ണിംഗ് ടോട്ടലാണ് തൊട്ടടുത്ത കോളത്തിലുള്ളത്. ഇവിടെയുള്ള 7 സെല്ലുകൾ ഞാൻ സെലക്ട് ചെയ്തു. 1250 ആണ് ഇവിടുത്തെ റണ്ണിംഗ് ടോട്ടൽ. കറസ്പോണ്ടിങ് ആയുള്ള സെല്ലിൽ നോക്കിക്കഴിഞ്ഞാൽ 1250 എന്ന തുക കാണാം. ആദ്യത്തെ 4 സെല്ലുകൾ സെലക്ട് ചെയ്തു, 1150. തൊട്ടടുത്ത കോളത്തിന് നോക്കിക്കഴിഞ്ഞാൽ 1750 എന്ന തുക കാണാം. ഇനി റണ്ണിംഗ് ടോട്ടൽ ക്രിയേറ്റ് ചെയ്യാനുള്ള രണ്ടാമത്തെ മെത്തേഡ് എക്സൽ ടേബിൾ ഉപയോഗിച്ചുള്ളതാണ്. ഈ കാണുന്ന ഡേറ്റയെ ഒരു എക്സൽ ടേബിളാക്കി മാറ്റാനായിട്ട് ഡേറ്റ സെലക്ട് ചെയ്യുക, ഇൻസേർട്ട് ടാബിൽ പോവുക, ടേബിൾ, ക്രിയേറ്റ് ടേബിൾ. ഓക്കെ, നമ്മൾ സെലക്ട് ചെയ്ത ഡേറ്റ ഒരു എക്സൽ ടേബിളായിട്ട് മാറി. ഇനി എമൗണ്ട് എന്ന കോളത്തിലുള്ള തുകകളുടെ റണ്ണിംഗ് ടോട്ടൽ തൊട്ടടുത്ത കോളത്തിൽ കിട്ടാനായിട്ട് തൊട്ടടുത്ത കോളത്തിലെ ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്യുക, ഈക്വൽ സം ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, തൊട്ടിപ്പുറത്തുള്ള സെല്ല് സെലക്ട് ചെയ്യുക, ഫോർമുല ബാറിൽ ക്ലിക്ക് ചെയ്യുക, ഫുൾ കോളൻ. എമൗണ്ട് എന്ന കോളത്തിൻ്റെ കോളം ഹെഡർ സെലക്ട് ചെയ്യുക. ഇനി എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ എമൗണ്ട് എന്ന കോളത്തിലുള്ള തുകകളുടെ റണ്ണിംഗ് ടോട്ടൽ തൊട്ടിപ്പുറത്തെ കോളത്തിൽ കിട്ടി. ആദ്യത്തെ 7 സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. 26,415 ആണ് ഇവിടുത്തെ റണ്ണിംഗ് ടോട്ടൽ. തൊട്ടിപ്പുറത്തെ സെല്ല് നോക്കിക്കഴിഞ്ഞാൽ 26,415. എക്സൽ ടേബിളുകളുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എക്സൽ ടേബിൾ ഡൈനാമിക് ആണ്. അതായത് എക്സൽ ടേബിളിലേക്ക് നമ്മൾ ഡേറ്റ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ടേബിൾ എക്സ്പാൻഡ് ചെയ്യും. സോ ഈ ടേബിളിലേക്ക് നമുക്ക് ഡേറ്റ ആഡ് ചെയ്ത് നോക്കാം. കോപ്പി, പേസ്റ്റ്. നോക്കുക, ഇവിടെയുള്ള 4 കോളങ്ങളിലേക്ക് നമ്മൾ ഡേറ്റ ആഡ് ചെയ്തപ്പോൾ റണ്ണിംഗ് ടോട്ടലിൻ്റെ കോളം ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു. ഇനി റണ്ണിംഗ് ടോട്ടൽ ക്രിയേറ്റ് ചെയ്യാനുള്ള മൂന്നാമത്തെ മെത്തേഡ് പിവറ്റ് ടേബിൾ ഉപയോഗിച്ചുള്ളതാണ്. ഈ ഡേറ്റയിൽ നിന്നും ഒരു പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഡേറ്റ സെലക്ട് ചെയ്യുക, ഇൻസേർട്ട് ടാബിൽ പോവുക, പിവറ്റ് ടേബിൾ, ക്രിയേറ്റ് പിവറ്റ് ടേബിൾ എന്ന ഡയലോഗ് ബോക്സ് വന്നു. പിവറ്റ് ടേബിളിനെ ഈ ഒരു വർക്ക്ഷീറ്റിലേക്ക് കിട്ടാനായിട്ട് എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റ് G2 എന്ന സെല്ല് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു.
ഇനി ഡേറ്റ് എന്ന ഈ ഒരു ഫീൽഡിനെ റോസ് എന്ന ഏരിയയിലേക്ക് ഡ്രാഗ് ചെയ്തിടുക. ഡേറ്റ് മാത്രം മതി നമുക്ക്, മന്ത്സ് വേണ്ട. സോ മന്ത്സ് എന്ന ഫീൽഡിന് നേരെയുള്ള ചെക്ക് ബോക്സ് ഞാൻ അൺമാർക്ക് ചെയ്യുന്നു. വീണ്ടും എമൗണ്ട് എന്ന ഫീൽഡിനെ വാല്യൂസ് എന്ന ഏരിയയിലേക്ക് ഡ്രാഗ് ചെയ്തിടുക. വീണ്ടും ഒന്നുകൂടി എമൗണ്ട് എന്ന ഫീൽഡിനെ വാല്യൂസ് എന്ന ഏരിയയിലേക്ക് ഡ്രാഗ് ചെയ്തിടുക. അതായത് എമൗണ്ട്സ് കണ്ടെയ്ൻ ചെയ്യുന്ന 2 കോളങ്ങൾ നമുക്ക് കിട്ടി. ഇവയിൽ രണ്ടാമത്തെ കോളത്തിനെ റണ്ണിങ് ടോട്ടലാക്കി മാറ്റാനായിട്ട് റൈറ്റ് ക്ലിക്ക്, ഷോ വാല്യൂസ് ആസ് റണ്ണിങ് ടോട്ടൽ ഇൻ, ഡേറ്റ് ആണ് നമ്മുടെ ബേസ് ഫീൽഡ്. ഓക്കെ, ഇപ്പോൾ രണ്ടാമത്തെ കോളത്തിലുള്ളത് എമൗണ്ട് എന്ന കോളത്തിലെ വാല്യൂസിൻ്റെ റണ്ണിങ് ടോട്ടലാണ്. എക്സലിൽ റണ്ണിങ് ടോട്ടൽ അഥവാ ക്യുമുലേറ്റീവ് സം ക്രിയേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ പ്രയോജനപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ റിലീസിൻ്റെ അതേ സമയം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.